ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള അൽഫാം മന്തിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. പൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 2 കപ്പ് സെല്ല റൈസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മന്തിൻ്റെ റൈസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബസ്മതി റൈസ്, അത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് അതാണ് കേട്ടോ. ഇനി നമുക്ക് മസാലയൊക്കെ പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ നമ്മളെ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളകും, ഈ ഒരു പീസ് ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവോള 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു പിടി പുതിന ഇലയാണ്. ഒരു 2 പിടിയോളം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. പ്ലെയിനായിട്ട് 1 ടീസ്പൂണ് ആ ഒരു വിനാഗിരി ചേർത്തിട്ട് മാത്രം അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരമുറി നാരങ്ങയും നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് അരച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി വേണ്ടത് ചിക്കനാണ്. ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒട്ടും പാടില്ല. നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ചിക്കൻ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു ചിക്കൻ്റെ മേലെ സാധാരണ എരിവുള്ള മുളക് പൊടിയില്ലേ, അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഈ ഒരു ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ ഒരു ചിക്കൻ്റെ മേലിൽ ഈ ഒരു മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അങ്ങനെ ഇതാ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു മസാല മൊത്തം നമ്മുടെ ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് കട്ടത്തൈര്, പുളിയില്ലാത്ത നല്ല കട്ടത്തൈരും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സാക്കിയതിന് ശേഷം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ആ ഒരു മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കുക, മസാല പിടിപ്പിച്ചിട്ട്. അതല്ലെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇത് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു കുക്കറിലാണ് നമ്മൾ ആദ്യം ഇത് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു വലിയ കുക്കർ എടുക്കാം. അതിലേക്ക് നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല പിടിക്കാൻ ഒരു 3 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള നമ്മൾ പിടിപ്പിച്ച മസാലയൊക്കെ അതിൻ്റെ മേലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ 1 വിസിലിന് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കന് അവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള റൈസ് തയ്യാറാക്കണം. ഒരു ബിരിയാണി പോട്ട് അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഈ കാണുന്ന സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്ക, ഇതെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു സവാള ഇതുപോലെ കുറച്ച് കാലത്തിൽ തന്നെ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ.
അങ്ങനെ ഇതാ ഉള്ളിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എത്രയാണോ നമ്മൾ അരിയെടുത്തത് അതിൻ്റെ ഡബിളായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു തക്കാളി നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുത്താണ് കേട്ടോ. ഒട്ടും വെള്ളയിലാണ്ട് അരച്ചെടുത്തതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 2 പീസ് ചിക്കൻ സ്റ്റോക്കാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ല പോലെ തിളക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ്റെ സ്റ്റോക്കിൽ അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട് തന്നെ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊരു തിള വരുന്നത് വരെ മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള റൈസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ നല്ലോണം തിള വരുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കുക കേട്ടോ. അതിനുശേഷം മൂടി വെച്ചിട്ട് നമ്മളിത് വറ്റിച്ചെടുക്കുക ചെയ്യുന്നത് ഈ ഒരു റൈസ്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് മൂടി തുറന്നിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സായി കൊടുക്കുക. അതിനുശേഷം വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സായി കൊടുക്കുക. എന്നിട്ട് ഫൈനലി ഒരു 5 മിനിറ്റ്, അങ്ങനെ മൊത്തം 15 മിനിറ്റാണ് നമ്മുടെ ഈ ഒരു റൈസ് വേവേണ്ട സമയം കേട്ടോ. ഈ ഒരു റൈസില്ലേ നമ്മൾ വറ്റിച്ചെടുത്തിട്ട് കഴിക്കുമ്പോഴായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. അതുകൊണ്ട് എന്തായാലും വറ്റിച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു റൈസ് ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മന്തിൻ്റെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇതാ കുക്കറിലിട്ടിട്ടുള്ള ചിക്കൻ ഇതാ ഒരു വിസലിന് വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഗ്രേവിയും അതുപോലെ തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു മസാലയും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ചിക്കന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതാ കുക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ മസാലയോട് കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ചിക്കൻ വേവിച്ചിട്ടുള്ള ആ ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ ഓൾറെഡി കുക്കായതുകൊണ്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതിയാവും. ആ ഒരു മസാലയിൽ തന്നെ കുറുകിയിട്ട് നല്ല ഫ്രൈ ആയിട്ട് കിട്ടുമ്പോണ്ടല്ലോ ഒടുക്കത്തെ ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കഴിക്കാൻ കേട്ടോ. അപ്പോൾ കണ്ട ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടാൽ ആ വെള്ളവും സ്റ്റോക്കൊക്കെ നന്നായിട്ട് കുറുകി കിട്ടും. അങ്ങനെ ഇതാ ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതാ റൈസ് വേവിച്ചിട്ടുള്ള ഇതിലേക്ക് ഈ ഒരു ചിക്കന് മാറ്റിക്കൊടുക്കാം. ഈ ഒരു മന്തി നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലല്ലേ ഇത് ആരെ ഉണ്ടാക്കിയെന്ന് ഉറപ്പായിട്ടും ചോദിക്കും. പ്രത്യേകിച്ച് നമ്മളെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ നമ്മളിത് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള സ്റ്റാറാന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്രയും പൊളി ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്കൊരു സ്മോക്കി ഫ്ലേവർ കിട്ടണമെങ്കിൽ ഇതാ ഒരു ബൗളിൽ ഒരു ചാർക്കോള് കത്തിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് പുക വരുന്നേരം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പുക മൊത്തം നമ്മുടെ റൈസിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം മൂടി തുറന്നിട്ട് സെർവ് ചെയ്യാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. റൈസൊക്കെ ആണെങ്കിൽ നല്ല ഫ്ലേവറാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അത്രയും നല്ല ടേസ്റ്റാണ് ഈ ഒരു റൈസിനായാലും ഈ ഒരു അൽഫാം ചിക്കനായാലും അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, നമ്മളിത് കുക്ക് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കുന്നില്ലല്ലോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മന്തിൻ്റെ റെസിപ്പിയാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റൈസായാലും ചിക്കനായാലും രണ്ടും പൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അനുസ് വേൾഡ്. താങ്ക് യു.